വളരെ അനുകൂലികളായ ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ ഭാഗം പരാജയപ്പെട്ടു എന്ന വിവരം പുറത്തേക്ക് വന്നപ്പോൾ അവർ വികാരത്തിന്റെ ഭാഗമായാണ് നമുക്ക് നേരെ ഉള്ള ഒരു ആക്രോശവും അതുപോലെ തന്നെ ഉള്ള ഒരു വലിയ ഒരു പ്രശ്നങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും നീങ്ങുകയും ചെയ്തത്. ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ ആളുകൾക്ക് നിലവിലെ കൂരിയയിൽ നിന്നോ അല്ലെങ്കിൽ നിലവിലെ മറ്റേതെങ്കിലും സംവിധാനത്തിൽ നിന്നോ ഇത്തരം ഒരു വാർത്ത ലഭിച്ചിരുന്നില്ല. ഏതാണ്ട് അവർ ഇന്ന് രാവിലെ മുതൽ ഈ സമ്മേളനം അടക്കം നടത്തുന്നത് തടയാനുള്ള ഒരു ശ്രമവും അവർ നടത്തിയിരുന്നു. ഇതിന്റെ കൂടെ ഭാഗമായി നിലയിലായിരുന്നു അവർ അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തത്. ഇന്നത്തെ വൈദിക സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന വൈദികരുടെ വാഹനം തടയുക, വാഹനത്തിന്റെ കാറ്റഴിച്ചു വിടുക തുടങ്ങിയ കാര്യങ്ങൾ അടക്കം അവർ ചെയ്യുകയും ചെയ്യുന്നു. അത്രയും ശക്തമായ ഒരു സമരം പോലും പരാജയപ്പെട്ടുകൊണ്ട് അവർക്ക് നൽകിയ എല്ലാ ഉറപ്പുകളും കാറ്റിൽ പറത്തിക്കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക നേതൃത്വത്തിന് മുമ്പാകെ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും കീഴടങ്ങി എന്ന വിവരം അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയില്ല. അതിനാൽ തന്നെയാണ് അവർ ആ രീതിയിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് പോവുകയും ചെയ്തത്. ലക്ഷ്മി പത്മ. തീർച്ചയായും ലക്ഷ്മി പത്മ, അതേ സാഹചര്യം അങ്ങനെ തുടരുന്നു. പോലീസ് ഉണ്ട്, പോലീസിന്റെ എണ്ണവും കുറവാണ്. പക്ഷേ അത്തരം ഒരു വലിയ ഒരു സംഘർഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ചില നേതാക്കന്മാർ തന്നെ ഇടപെട്ടു. പ്രത്യേകിച്ച് ബസലിക്കയിലെ ട്രസ്റ്റി അടക്കമുള്ള ആളുകൾ അവരെ ശാന്തരാക്കുന്ന നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തു. നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിന് പുറത്ത്, ബസലിക്കയ്ക്ക് പുറത്തുള്ള പൊതു സ്ഥലത്താണ്, പൊതുവഴിയിലാണ് നിൽക്കുന്നത്. അവർ അകത്താണ്, പോലീസ് അടക്കമുള്ള ആളുകൾ പുറത്തുണ്ട്. പോലീസ് നമ്മളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ലക്ഷ്മി.